തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം അവസാനിച്ചിട്ടും ഇപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയാണ്. ആർ സുഗതന് അവധി അപേക്ഷ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ് കോർപ്പറേഷൻ കൗൺസിൽ യോഗം. 51 പേരാണ് പിന്താങ്ങിയിട്ടുള്ളത്. എന്തായാലും വലിയൊരു അംഗീകാരമാണ് ഇപ്പോൾ ഈ ഒരു അവധി അപേക്ഷയിന്മേൽ ആർ സുഗതന് ലഭിച്ചിട്ടുള്ളത്. നിലവിലിപ്പോൾ ഈ ഒരു കൗൺസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗമാണ് ആർ സുഗതന്റെ അവധി അപേക്ഷ ഇത്തരത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. എന്തായാലും മേയറാണ് ഇത്തരത്തിൽ അവധി അപേക്ഷ അവതരിപ്പിച്ചത്. അവധി അപേക്ഷ ഇതേ തുടർന്ന് മേയർ അവതരിപ്പിച്ചതിനെ തുടർന്ന് ഈ അവധി അപേക്ഷ കൗൺസിൽ യോഗം അംഗീകരിച്ചു. 51 പേരാണ് സുഗതന്റെ ഈ അവധി അപേക്ഷയെ പിന്തുണച്ചിട്ടുള്ളത്. മേയറും പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ അതേ തുടർന്ന് പിന്നീട് പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. നടുത്തളത്തിൽ ഇറങ്ങി പ്ലക്കാർഡുകൾ ഏന്തി മുദ്രാവാക്യം വിളികളുമൊക്കെ ആയിട്ട് വലിയ രീതിയിൽ ശക്തമായ ഒരു പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. സുഗതന് അവധി അയോഗ്യത ഭീഷണി മറികടന്ന് ഇപ്പോൾ BJP മുന്നിലെത്തിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു കൗൺസിൽ യോഗം ഇത്തരത്തിൽ സുഗതന് അവധി അപേക്ഷ അംഗീകരിച്ചതോടുകൂടി BJPക്ക് വലിയൊരു ആശ്വാസമാണ് ലഭിച്ചിരുന്നത്. ഈ ഒരു സുഗതനെ അയോഗ്യനാക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഇത്തരത്തിൽ അവധി അപേക്ഷ എന്നൊരു നടപടിയുമായി കൗൺസിൽ യോഗം മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും BJPയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. കൗൺസിൽ യോഗം ഇത്തരത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് സുഗതന്റെ ഈ ഒരു അവധി അപേക്ഷ. എന്തായാലും പ്രതിപക്ഷം ഇത്തരത്തിൽ യോഗം തീർന്നതിന് ശേഷവും ഈ ഒരു പ്രതിഷേധം ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വലിയ രീതിയിൽ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. എന്തായാലും അയോഗ്യതാ ഭീഷണി മറികടന്നിരിക്കുകയാണ് BJP. ഇത്തരത്തിൽ കൗൺസിൽ യോഗങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ സുഗതന് അയോഗ്യതയുണ്ട് എന്നതായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയിരുന്നത്. എന്തായാലും ആ ഒരു അയോഗ്യതയെ ഇപ്പോൾ മറികടന്നിരിക്കുകയാണ് BJP. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, യോഗം അവസാനിച്ചതിന് ശേഷവും വീണ്ടും പ്രതിഷേധക്കാരുടെ വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ UDF കൗൺസിൽ അംഗങ്ങൾ സെക്രട്ടറിയെ, അതായത് നഗരസഭാ സെക്രട്ടറിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറിക്ക് പരാതി നൽകിക്കഴിഞ്ഞു. പക്ഷേ സെക്രട്ടറി ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ ഇതുപോലെ തന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം ജയിലിലാകപ്പെട്ടു. അദ്ദേഹത്തിന് 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതെ വന്നപ്പോഴേക്കും ഇതുമായി ബന്ധപ്പെട്ട് അന്ന് കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ ഇരിക്കുന്നൊരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അതിന് അവധി നൽകാം എന്നുള്ള ഒരു മുൻകാല 2024 ഒരു വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സെക്രട്ടറി ഇപ്പോൾ സംസാരിക്കുന്നതും. ഇക്കാര്യങ്ങൾ തന്നെയാണ് UDFിലെ അംഗങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സെക്രട്ടറിക്ക് മുന്നിലാണ് ഇപ്പോൾ UDFിൻ്റെ അംഗങ്ങൾ എല്ലാം തന്നെ ഉള്ളത്. അവർ പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു. പരാതി നൽകിയ ശേഷം ഇപ്പോഴും സെക്രട്ടറിക്കൊപ്പം തന്നെ അവർ മുറിയിൽ തങ്ങുകയാണ്. അവരവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭാ ഹാളിൽ ഇപ്പോൾ LDF അല്ലെങ്കിൽ ഇടതുമുന്നണി അംഗങ്ങൾ ഇപ്പോഴും അവരുടെ പ്രതിഷേധം തുടരുന്നു. ഇത് BJP എന്തായാലും തൽക്കാലം അവരുടെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 2 സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണയോടുകൂടി 51 വോട്ടുകളാണ് സുഗതന് അവധി അനുവദിക്കുന്നതിന് വേണ്ടി ലഭിച്ചത്. അങ്ങനെ സുഗതന് അവധി അനുവദിച്ച് നൽകിയിരിക്കുന്നു. ആ അവധി അനുവദിച്ചതോടുകൂടി തന്നെ ഇനി സുഗതനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തൽക്കാലം കൗൺസിൽ യോഗത്തിൽ LDFനോ UDFനോ ഉയർത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അയോഗ്യനാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കാനോ കഴിയാത്ത തരത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് BJP നേതാക്കളും BJP മേയറും ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത്. അതേസമയം സുഗതന്റെ സത്യപ്രതിജ്ഞ തന്നെ അദ്ദേഹം നേരത്തെ തന്നെ സുഗതനെ അല്ലെങ്കിൽ അസ്ഥിരപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ, പ്രത്യേകിച്ചും ആ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെല്ലുന്നതിന് പകരം മറ്റ് ദൈവനാമങ്ങളിലായിരുന്നു അദ്ദേഹം മറ്റ് പേരുകളിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതേ തുടർന്ന് സത്യപ്രതിജ്ഞ അസ്ഥിരപ്പെടുത്തിയിരുന്നു. അത് വീണ്ടും സത്യപ്രതിജ്ഞയ്ക്കുള്ള അനുമതി ഹൈക്കോടതി നൽകുകയും അത് പിന്നീട് വിയൂർ ജയിലിൽ വെച്ച് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് സുഗതൻ സത്യപ്രതിജ്ഞ ചെല്ലുകയും ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ സുഗതനെ അയോഗ്യനാക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് LDFും UDFും എത്തിച്ചേരുകയും, കാരണം 2 കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി അയാൾ പങ്കെടുത്തില്ല. ഇന്ന് 3ാമത്തെ യോഗമാണ്. ഇതിൽ കൂടി പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ സുഗതനെ അയോഗ്യനാക്കാൻ കഴിയും. അത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അത്തരത്തിലൊരു നീക്കം നടത്തുവാൻ കൗൺസിലിന് അധികാരമുണ്ട്. പക്ഷേ അതിനെല്ലാം വിരുദ്ധമായി തന്നെ ഒരു പൗണ്ട് കടവിലെ കൗൺസിലറുടെ പിന്തുണയോടുകൂടി 51 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ സുഗതന് അവധി നൽകുവാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. അങ്ങനെ തൽക്കാലം ആ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും BJPയും ഒപ്പം തന്നെ NDA കൗൺസിലും തലയൂരിയിരിക്കുകയാണ്. ഇനി ഉള്ള വിഷയങ്ങൾ ഇനി കൗൺസിൽ യോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. എന്തായാലും LDFും UDFും ഇതിനെ ശക്തിയുക്തം എതിർക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇരുവരും അങ്ങനെ തന്നെ അവരുടെ തീരുമാനങ്ങൾ. നേരത്തെ തന്നെ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു നീക്കം നടത്തിയിരുന്നു. പക്ഷേ അന്ന് LDFിൻ്റെ പിന്തുണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് അവിശ്വാസ
പ്രമേയം അവതരിപ്പിക്കുന്നതിൽ നിന്ന് UDF തന്നെ പിന്മാറുകയും ചെയ്തു. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ BJP കുറച്ചുകൂടി ശക്തി ആർജിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അപ്രതീക്ഷിതമായിട്ടല്ല, അവർ ഏറെ നാളായിട്ട് ഈ പൗണ്ട് കടവിലെ കൗൺസിലർ സുധീഷിനെ ഒപ്പം എത്തിക്കുന്നതിന് വേണ്ടി പല ആവർത്തി ചർച്ചകൾ നടത്തിയിരുന്നെങ്കിൽ തന്നെയും പക്ഷേ അന്നൊന്നും തന്നെ സുധീഷ് അനുകൂലമായൊരു നിലപാട് എടുത്തിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒരു അവിശ്വാസ പ്രമേയത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് UDF കോൺഗ്രസ് വിമതനായി മത്സരിച്ച ഈ സുധീഷിനോട് പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നെങ്കിൽ തന്നെ അദ്ദേഹം ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ മറുപടി നൽകാനോ ഒന്നും തയ്യാറാകാത്തൊരു സാഹചര്യം. ഇതോടുകൂടിയാണ് BJP നേതാക്കൾ ഈ സുധീഷുമായുള്ള ചർച്ചകൾ നടത്തുകയും നിലവിൽ ഇപ്പോൾ സുധീഷിൻ്റെ പിന്തുണ BJPക്ക് അനുകൂലമായി ആവുകയും ചെയ്തതോടുകൂടിയാണ് സുഗതന് ഇപ്പോൾ അവധി ലഭിച്ചിരിക്കുന്നത്. എന്തായാലും BJPയുടെ നീക്കങ്ങൾ വിജയം കണ്ടിരിക്കുന്നു. അതേസമയം LDFും UDFും ഇന്ന് ഈ സുഗതന് അവധി നൽകിയ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ കോടതിക്ക് മുന്നിലേക്ക് പോവുകയാണ്. ആദ്യഘട്ടത്തിൽ സെക്രട്ടറിക്ക് പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി വകുപ്പിനും ഒപ്പം തന്നെ ഹൈക്കോടതിയിലും ഈ സംബന്ധിച്ചുള്ള പരാതികൾ നൽകാനാണ് ഇപ്പോൾ UDF നേതാക്കന്മാരുടെയും LDF നേതാക്കന്മാരുടെയും തീരുമാനം. അത്തരത്തിൽ തന്നെ അവർ പോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇരുവർക്കും ഈ BJP ഭരണത്തിൽ അല്ലെങ്കിൽ BJP ഭരണത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് LDFനും UDFനും ഒരുപോലെ തന്നെ താല്പര്യമുള്ള ഒരു സാഹചര്യം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നു. ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇരുവരും ഒരുപക്ഷെ ഒരുമിച്ച് നീങ്ങിയാൽ തന്നെയും അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ BJPക്ക് അനുകൂലം, പക്ഷേ LDFും UDFും ശക്തിയുക്തം വീണ്ടും മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അവർ വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ഹൈക്കോടതിയിൽ ഇന്ന് വീണ്ടും ഒരു കേസ് വന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം മേയറും ഡെപ്യൂട്ടി മേയറുടെയും തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തണം എന്നുള്ള ആവശ്യം LDF മുന്നോട്ട് വെച്ചിരുന്നു. ആ ആവശ്യം കൃത്യമായി കോടതിക്ക് മുന്നിലെത്തുകയും ആ ഹർജി കോടതി പരിഗണിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കാരണം LDF പറയുന്നതിനകത്തും ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ചും ഈ 20 കൗൺസിലർമാർ അവർ സത്യപ്രതിജ്ഞ എടുത്തപ്പോഴേക്കും കൃത്യമായും നിയമാവലിയിൽ പറയുന്ന തരത്തിലുള്ള സത്യപ്രതിജ്ഞ അല്ല അവർ ചൊല്ലിയത്. സത്യവാചകത്തിൽ പോലും അവർ മാറ്റം വരുത്തി ചൊല്ലി. ഇതോടുകൂടി തന്നെ അത് ആ കൗൺസിൽ അല്ലെങ്കിൽ ആ കൗൺസിലർമാർ അവർ നടത്തിയ സത്യപ്രതിജ്ഞയും ഒപ്പം തന്നെ അവർ അയോഗ്യരും ആവുമെന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ എങ്കിൽ തന്നെയും ഹൈക്കോടതി ഒരു അവസരം കൂടി അവർക്ക് നൽകുന്നു. അവർ വീണ്ടും മേയർക്ക് മുന്നിൽ സത്യവാചകം ചൊല്ലിക്കൊണ്ട് അവർ വീണ്ടും ചുമതലയേറ്റിരുന്നു. പക്ഷേ അവിടെയും പ്രശ്നങ്ങൾ കഴിഞ്ഞു എങ്കിൽ തന്നെയും പക്ഷേ സുഗതൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ നിർണായകമായ തീരുമാനങ്ങൾ ഇന്നുണ്ടാകുമെന്ന് LDFും UDFും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെയാണ് കൃത്യമായി ഒരു കാലുമാറ്റം നടക്കപ്പെട്ടിരിക്കുന്നത്. കാലുമാറ്റം എന്ന് പറയുമ്പോൾ നേരത്തെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു. ആ കോൺഗ്രസ് നേതാവായിരുന്ന സുധീഷ് കോൺഗ്രസ് റിബലായി മത്സരിച്ച് വിജയിച്ച ആളാണ്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് BJPക്ക് ഇപ്പോൾ സുഗതന് അവധി കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇനിയുള്ള ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉറപ്പായും ഈ LDFിൻ്റെയും UDFിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ഇപ്പോഴും കൗൺസിൽ ഹാളിലുള്ള പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. LDF ശക്തമായ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. UDF നഗരസഭാ സെക്രട്ടറിക്ക് മുന്നിലാണ്. ഇതിനു മുമ്പൊക്കെ തന്നെ ഈ സുഗതൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കൗൺസിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമൊക്കെ LDF തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ റിലേ സമരം വരെ നടത്തിയിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനിയും ഒരു പക്ഷേ ശക്തമായ സമരപരിപാടികളുമായി LDFും UDFും എത്താനുള്ള സാധ്യത തള്ളിക്കളയാനകലെ UDF കൃത്യമായും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും സെക്രട്ടറി എടുത്തിരിക്കുന്ന നിലപാട് ചോദ്യം ചെയ്യപ്പെടും. അത് സർക്കാരിൻ്റെ ഒരു പിന്തുണയോട് തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം BJP ഭരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കും. അങ്ങനെയാണെങ്കിൽ ആ പരിശോധന ഉടൻ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതിനുള്ള നീക്കങ്ങളും UDF കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും BJPക്ക് നിലവിലെ സാഹചര്യത്തിൽ ഒരു ആശ്വാസം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന അല്ലെങ്കിൽ 6 മാസം ജയിൽവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഗതന് തൽക്കാലം കൗൺസിലറായി തുടരാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. അതിന് അവസരമൊരുക്കിയത് സ്വതന്ത്രനായ സുധീഷ് എന്ന് പറയുന്ന കൗൺസിലറാണ്. പൗണ്ട് കടവ് വാർഡിൽ നിന്നും ജയിച്ചു വന്ന സുധീഷാണ്. സുധീഷ് നേരത്തെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം റിബലായിട്ട് മത്സരിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൽ രാഷ്ട്രീയപരമായി BJPയുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു, ആഗ്രഹമായിരുന്നു തിരുവനന്തപുരം നഗരസഭ
പിടിച്ചെടുക്കണം എന്നുള്ളത് അതിനുവേണ്ടി അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവരുടെ പ്രയത്നം നടത്തി വരികയായിരുന്നു. പക്ഷേ ഇത്തവണ അവർക്ക് അത്തരത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു, ആ ഭൂരിപക്ഷം ലഭിക്കുന്നു. പക്ഷേ അവിടെയൊക്കെ അവർക്ക് കല്ലുകടിയാവുന്നത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലായിരുന്നു. ആദ്യം സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് വിവിധ സത്യവാചകം ചൊല്ലിയ സമയത്തുണ്ടായ വീഴ്ചകൾ, ആ വീഴ്ചകളിൽ 20ഓളം അംഗങ്ങളെ അവിടെ അയോഗ്യരാക്കിയില്ല എങ്കിൽ പോലും അവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളെ അസ്ഥിരപ്പെടുത്തുന്നു. വീണ്ടും അവർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലുന്നതിന് ഒരു അവസരം കൂടി നൽകും. തൊട്ടു പിന്നാലെയാണ് ഈ ആർ സുഗതനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നത്. അപ്പോൾ ഓരോ ദിവസം പിന്നിടുമ്പോഴും ഓരോ തരത്തിലുള്ള വിഷയങ്ങൾ BJP കൗൺസിലിന് പിന്നാലെ എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ LDFും UDFും ഇവർ ഒരുമിച്ച് പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ നേരത്തെ തന്നെ അവിശ്വാസ പ്രമേയം എന്നൊരു നീക്കം UDF നടത്തിയപ്പോഴേക്കും LDF പരസ്യമായി അത്തരത്തിൽ ഒരു പിന്തുണയ്ക്കുണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ BJPയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി LDFും UDFും ഇനിയുള്ള ദിവസങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല എങ്കിൽ പോലും ഇരു വിഭാഗങ്ങളും LDFും UDFും BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഈ ഇരുഭാഗത്തും, അതായത് LDFിൻ്റെ ഭാഗത്തും UDFിൻ്റെ ഭാഗത്തും ഉണ്ടാകുമെന്നുള്ളതും തീർച്ചയാണ്. അത്തരത്തിലാണ് അവരുടെ നീക്കങ്ങൾ. ഇപ്പോൾ വരും മണിക്കൂറുകളിൽ അറിയാം അടുത്ത ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള സമരമായിരിക്കും UDFും LDFും നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും UDF ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു, നിയമപരമായി ഇന്ന് അവധി നൽകാൻ എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യുവാൻ LDFും അത്തരത്തിൽ കോടതിയെ സമീപിക്കുമോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിൽ BJPക്ക് ആശ്വാസകരമായിരിക്കുന്നു. സ്വതന്ത്ര കൗൺസിലറായി വിജയിച്ചു വന്ന പൗണ്ട് കടമ്പിലെ സുധീഷിൻ്റെ പിന്തുണയോടുകൂടി 51 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി സുഗതന് ഇപ്പോൾ തൽക്കാലം അവധി നൽകിയിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. എന്തായാലും സുഗതന്റെ അവധി അപേക്ഷ മേയർ ഇത്തരത്തിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ കൗൺസിൽ യോഗം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഏത് രീതിയിലൊക്കെ ആയിരിക്കും ഈ ഒരു പ്രതിപക്ഷം പ്രതിഷേധിക്കുക എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോവുക അത് തന്നെയാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്, നടുത്തളത്തിൽ ഇറങ്ങിയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷം കാഴ്ചവെച്ചത്. പ്ലക്കാർഡുകൾ ഏന്തിയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു. എന്തായാലും 51 പേരാണ് ഈ ഒരു അവധി അപേക്ഷയെ പിന്തുണച്ചിട്ടുള്ളത്. നമുക്കറിയാം ആർ സുഗതൻ ഒരു കാപ്പ കേസ് പ്രതിയാണ്. ഇയാൾ കൗൺസിൽ യോഗങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. അതേ തുടർന്ന് ഇയാളെ അയോഗ്യനാക്കാനായിരുന്നു പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. എന്തായാലും അയോഗ്യതയ്ക്ക് മുൻപായി മേയർ ഇത്തരത്തിൽ അവധി അപേക്ഷ അവതരിപ്പിക്കുകയായിരുന്നു. ഈ ഒരു അവധി അപേക്ഷയാണ് ഇന്ന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ അംഗീകരിച്ചിരിക്കുന്നത്. 51 പേരാണ് ഈ ഒരു അവധി അപേക്ഷയിൽ പിന്തുണ നൽകിയിട്ടുള്ളത്. വിവരങ്ങളുമായി ഇപ്പോൾ നമുക്കൊപ്പം അപർണ കേസ് ചേരുന്നുണ്ട്. അപർണ, എന്തായാലും ഇപ്പോഴും ഈ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും ഈ ഒരു പ്രതിപക്ഷം പ്രതിഷേധിക്കുക? വിശദാംശങ്ങൾ എങ്ങനെയാണ്? കനത്ത പ്രതിഷേധമാണ് ഈ സുഗതൻ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ കൗൺസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വേളയിൽ മേയർ തന്നെ കാര്യങ്ങളൊക്കെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. അതായത് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് പ്രൊട്ടക്ഷനോടുകൂടി ഇത്തരത്തിൽ കൗൺസിലിൽ പങ്കെടുക്കാൻ സുഗതൻ ഒരു അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ അത് അനുവദിക്കാൻ സാധിക്കില്ലെന്ന് ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അതേ ആഭ്യന്തര വകുപ്പ് തന്നെയാണ് അറിയിക്കുന്നത് ഇത്തരത്തിലൊരു കത്ത് നൽകാൻ, അതായത് ഇത്തരത്തിൽ തനിക്ക് അവധി അപേക്ഷ അല്ലെങ്കിൽ അവധി നൽകണമെന്ന് അപേക്ഷിക്കുക, അതിലെ കൗൺസിൽ അങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കുക എന്നുള്ളത്, അതിൽ വോട്ടുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുമെന്നും ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് അറിയിക്കുകയുണ്ടായി. ആ ഒരു അറിയിപ്പിന്റെ പിൻബലത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ കൗൺസിൽ യോഗത്തിൽ ഇന്ന് മേയർ ഈ സുഗതന്റെ അപേക്ഷ അവതരിപ്പിക്കുന്നതും ഇത്തരത്തിൽ 51 പേരുടെ കൗൺസിലർമാരുടെ പിന്തുണയോട് കൂടി തന്നെ അത് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നത്. അതായത് ഒരു സ്വതന്ത്രനും മേയറുടെ വോട്ടുമടക്കമാണ് ഇത്തരത്തിൽ 51 വോട്ടുകൾ സുഗതന്റെ ഈ അവധി വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. 1994 മുനിസിപ്പൽ ആക്ട് 91K അനുസരിച്ചാണ് ഇത്തരത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ മുനിസിപ്പൽ ആക്ടും ഈ ആഭ്യന്തര വകുപ്പിന്റെ അറിയിപ്പും കൂടി മുൻനിർത്തിയാണ് തങ്ങൾ ഇത്തരത്തിൽ സുഗതന്റെ അപേക്ഷ ഇന്നത്തെ യോഗത്തിൽ വെച്ചതെന്ന് മേയർ പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ സുഗതന് അവധി നൽകിയതുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രതിഷേധങ്ങളും ഇരു വിഭാഗങ്ങൾക്കും ഉണ്ട്. ഇത്തരത്തിൽ നൽകാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിരുന്നു. അതായത് തങ്ങൾ പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷം അറിയിക്കുന്നത്. കനത്ത പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത. അരുണിമ, അപർണ, നമുക്കറിയാം ഈ ഒരു സുധീഷിന്റെ പിന്തുണ വലിയ നിർണായകമായ ഒരു പിന്തുണയാണ്. ഇത് പ്രതിപക്ഷത്തെ ഏതൊക്കെ രീതിയിലായിരിക്കും ബാധിക്കുക?
അരുണിമ, സുധീഷിന്റെ സ്വതന്ത്ര വോട്ടും കൂടി ആണ് ഇതിനൊരു പിന്തുണ നൽകിയതെന്നാൽ സുധീഷ് വ്യക്തമാക്കുന്നത് തുടർച്ചയായി ഇത്തരത്തിൽ ഈ സുഗതൻ വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിൽ മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും തീരുമാനമുണ്ടാകാതെ പോകുന്നുണ്ട്. അതിനൊക്കെ ഒരു അറുതി വരുത്താനാണ് ഇത്തരത്തിൽ താൻ കൈ ഉയർത്തി പിന്തുണച്ചത് എന്ന് സുധീഷ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു വോട്ട് വളരെയേറെ നിർണായകമായിരുന്നു BJPയെയും സുഗതനെ സംബന്ധിച്ച്. എന്തായാലും ഇനി ഉള്ള 6 മാസത്തേക്ക് കൂടി സുഗതന് ഒരു ഇളവ് ലഭിച്ചിരിക്കുകയാണ്. ഇനി 6 മാസത്തേക്കുള്ള ഒരു അവധി അപേക്ഷയാണ് സുഗതൻ നൽകിയിരുന്നത്. അത് ഇത്തരത്തിൽ കൗൺസിൽ യോഗം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും സുഗതന്റെ അവധി അപേക്ഷ മേയർ ഒപ്പം കോർപ്പറേഷൻ കൗൺസിലും ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. എന്തായാലും 51 പേരുടെ പിന്തുണയാണ് ഈ ഒരു അവധി അപേക്ഷയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. മേയറും പിന്തുണച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. യോഗം അവസാനിച്ചതിന് ശേഷവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം തന്നെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും നിലവിലിപ്പോൾ സുഗതൻ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു കൗൺസിൽ യോഗം. എന്തായാലും BJPയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പ്രതിപക്ഷം UDF എന്തായാലും കടുത്ത തീരുമാനമാണ്. ഈ ഒരു അവധി അപേക്ഷ അംഗീകരിക്കില്ല എന്നതുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷവും മുന്നോട്ട് പോകുന്നത്. 6 മാസമാണ് ഈ ഒരു സുഗതന് ഇത്തരത്തിൽ അവധി അപേക്ഷ നൽകിയിട്ടുള്ളത്. അവധി അപേക്ഷ ഈ ഒരു കൗൺസിൽ യോഗവും അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിമതൻ സുധീഷും ഇത്തരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ലത് ചെയ്യുന്നവർക്കൊപ്പമാണെന്നാണ് ഇപ്പോൾ സുധീഷ് പറയുന്നത്. തെറ്റ് കണ്ടാൽ വിമർശിക്കുമെന്നും സുധീഷ് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷം കൗൺസിൽ തടസ്സപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നിയമപരമായി നേരിടുമെന്നൊക്കെയാണ് പ്രതിപക്ഷം പറയുന്നത്. ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും ഒക്കെ പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുഗതനാണ് പിന്തുണ, BJPക്കല്ല സുഗതനാണ് പിന്തുണ എന്നും സുധീഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ കടുത്ത പ്രതിഷേധമൊക്കെ ഉണ്ടാകും. പ്രതിപക്ഷം അത്തരത്തിൽ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ശക്തമായി പ്രതിഷേധിക്കുന്നത് തന്നെയാണ് പ്രതിപക്ഷം നിലപാടെടുത്തിരിക്കുന്നത്. ഇനി ഏത് രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും എന്നുള്ളത് ഇനി വരും ദിവസങ്ങൾ കണ്ടറിയാം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണ കേസാണ്.